മഹാ അസ്സപുര സൂക്തത്തിൽ ഭഗവാൻ ധ്യാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 4 തരത്തിലുള്ള ധ്യാനമുണ്ട്. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ. ഒന്നാമത്തെ ധ്യാനം നമുക്ക് പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിതർക്ക, വിചാര, പീതി, സുഖം, ഏകാഗ്രത ഉണ്ടാവും. ആ സമയത്ത് പീതി എന്ന് പറയുന്ന സമയത്ത് മനസ്സിൻ്റെ സന്തോഷം, സുഖം എന്ന് പറയുന്ന സമയത്ത് ശരീരത്തിൻ്റെ സുഖം. ഇത് രണ്ടും കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അംഗങ്ങളിലും വ്യാപിപ്പിക്കണം. അതായത് ഓരോ അംഗത്തിലും ആ സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവം നമ്മൾ അറിയണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി രണ്ടാമത്തെ ധ്യാനത്തിലെത്തിക്കഴിഞ്ഞാൽ വിതർക്ക വിചാരം പോയി അവിടെ പീതി, സുഖം, ഏകാഗ്രത മാത്രമേ ഉള്ളൂ. ആ സമയത്തും നമ്മുടെ ഓരോ അണുവിലും ആ പീതി, സുഖത്തെ നമ്മൾ നിറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ധ്യാനത്തും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പീതി പോയിട്ട് ശരീരത്തിൻ്റെ സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്തും നമ്മുടെ ശരീരത്തിന് മുഴുവൻ ആ സുഖം കൊണ്ട് നിറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ ധ്യാനത്തിൽ ഉപേക്ഷ, അതുകൊണ്ട് പരിശുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അംഗങ്ങളെയും നിറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ഇത് അനുഭവിക്കണം എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ കുറച്ച് ബാത്തിങ് പൗഡർ എടുക്കുകയാണ്, കുളിക്കാനുള്ള പൊടി എടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം നമ്മളതിൽ വെള്ളം നിറച്ചിട്ട് അതിനെ കുഴയ്ക്കും. കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം അതിൽ എല്ലായിടത്തും പരക്കും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ പീതി, സുഖം പരക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ സമാധിക്ക് വളരെ സഹായകരമാകും. പക്ഷേ ഇതിൽ ഒരിക്കലും ആസക്തരാകരുത്. പക്ഷേ ഇത് വളരെ അത്യാവശ്യമാണ്.